ഇനി എന്താണ് കമ്പനിയുടെ പ്ലാൻ നോക്കുന്ന സമയത്ത് സിംഗിൾ ബൈനറി പ്ലാൻ ആണ് നമ്മളുടെ കമ്പനിയുടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് സ്ലൈഡ് സർ. സിംഗിൾ ബൈനറി പ്ലാനിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡി നമ്മൾ ഇന്ത്യയിൽ എടുത്തു, നമുക്ക് USA-ലോ ജപ്പാനിലോ മലേഷ്യയിലോ കാനഡയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഒരു വ്യക്തിക്ക് 2 പേരെ മാത്രമേ ഈ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം 100 പേരുണ്ടെങ്കിലും ആ 100 പേരെ 2 പേരുടെ അണ്ടറിലായിക്കൊണ്ട് അവർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റും അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ കമ്പനിയുടെ ഇൻകം പ്ലാൻ. സിംഗിൾ ബൈനറി പ്ലാൻ ആണ്, പാറ്റന്റ് എടുത്തിട്ടുള്ള ഒരു പ്ലാൻ ആണ്, അത്രയും സൂപ്പർ ആയിട്ടുള്ള പ്ലാൻ. ഇനി പേ ഔട്ട് ഇതിലേക്ക് വരുമ്പോഴാണ്, ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോഴാണ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്. നമ്മുടെ പേ ഔട്ട് എന്ന് പറയുമ്പോൾ 70% ആണ് അലോക്കേഷൻ. അതായത് 100 രൂപയുടെ ഒരു സെയില് അറ്റോമിയിൽ നടക്കുമ്പോൾ അതിൽ 70 രൂപയും ഫീൽഡിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അറ്റോമിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനി. അത് 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തേത് ജനറൽ കമ്മീഷനായിട്ട് ഒരു 44%, മാസ്റ്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്ന മന്ത്ലി 2 പ്രാവശ്യം ഇൻകം കിട്ടാവുന്ന ഒരു ഇൻകം ആണ് അത്, അതിനുവേണ്ടി ഒരു 20%, എഡ്യൂക്കേഷൻ സെന്റർ ബോണസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അല്ലാണ്ട് കടകളിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റോക്ക് പോയിന്റിൽ നിന്നോ നമുക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ചില റിമോട്ട് ഏരിയകളിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ അവർക്ക് പിക്കപ്പ് സെന്റർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി ലോഞ്ചിങ് അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഏകദേശം ഒരു 3500ഓളം എഡ്യൂക്കേഷൻ സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാന് കമ്പനിക്കുണ്ട്. എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയുമ്പോൾ 800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 30-40 മെമ്പേഴ്സിന് ഇരുന്നുകൊണ്ട് ട്രെയിനിങ്ങോ മീറ്റിങ്ങോ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെന്റർ ആണ്. അവിടെ പ്രോഡക്റ്റുകളുടെ വിൽപ്പന ഉണ്ടാവില്ല, ഡെമോ മാത്രം ഉണ്ടായിരിക്കും. അങ്ങനെ എടുക്കുന്ന എഡ്യൂക്കേഷൻ സെന്ററിന് ഒരു 6% ഇൻകം കമ്പനി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ 70% നമ്മളുടെ അലോക്കേഷൻ, 30% കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇതായിട്ട് പോകുന്നത്. ഇനി ഈ പറഞ്ഞ 3 ഇൻകം, പ്രധാനമായിട്ട് 4 ടൈപ്പിലാണ് നമുക്ക് ഇൻകം ഉള്ളത്. അതിലൊന്ന് റീറ്റെയിൽ കമ്മീഷൻ ആണ് അല്ലെങ്കിൽ റീറ്റെയിൽ ബോണസ് ആണ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. മറ്റ് 3 ഇൻകം എന്ന് പറയുന്നത് ആദ്യത്തേത് ജനറൽ കമ്മീഷൻ ആണ്, അത് ഡെയിലി നമുക്ക് ഇൻകം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞത് മാസത്തിൽ 2 പ്രാവശ്യം ഇൻകം കിട്ടുന്ന മാസ്റ്റർഷിപ്പ് ബോണസ് ആണ്. മൂന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് റിവാർഡുകളാണ്, ഒരുപാട് ഗിഫ്റ്റുകൾ കമ്പനി തരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഇൻകത്തിലേക്ക് കടന്നാൽ ജനറൽ കമ്മീഷൻ 44% നമുക്ക് കമ്പനി ജനറൽ കമ്മീഷനായിട്ട് തരുന്നത്. ഇവിടെ ഈ പ്ലാൻ ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ പറയാം. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ കമ്പനി ഇതുവരെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പ്ലാനിൽ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ഫിഗേഴ്സും USA-ലും അതേപോലെ കൊറിയയിലും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻകം പ്ലാനാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഡോളറിനെ അങ്ങനെ തന്നെ 75 രൂപ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ്. അതായത് $1 എന്നാണ് USA-ൽ ഉള്ളതെങ്കിൽ അതിനെ ഞാൻ ഇൻറ്റു 75 കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇതിൽ ഫ്ലക്ച്വേഷൻസ് എന്തായാലും ഉണ്ട്. അത് 2 ദിവസം മുമ്പാണ് കമ്പനി അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് സ്ലൈഡിൽ എനിക്ക് മാറ്റാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. സോ ഈ പറയുന്ന ഫിഗറുകൾ എക്സാക്ട് ഫിഗർ അല്ല, ഒരു അപ്രോക്സിമേറ്റ് ഫിഗറുകളാണ് ഞാൻ പറയുന്നത്. ഈ ഫിഗറിൽ ഒരു വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നതെന്നും കൂടെ ഞാൻ പറയാം. മറ്റുള്ള രാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകൾക്ക് ആ ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നതെന്ന് നോക്കിക്കഴിയുമ്പോൾ അമേരിക്കയിലും കാനഡയിലും അല്ലെങ്കിൽ കൊറിയയിലും സിംഗപ്പൂരിലൊക്കെ കൊടുക്കുന്ന അതേ പ്രൈസിന് ഇന്ത്യയിലും പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് കമ്പനി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രൈസിന് ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ പ്രോഡക്റ്റുകളും ഇമ്പോർട്ട് ചെയ്യാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഏകദേശം 40-50% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ $100 വില വരുന്ന ഒരു പ്രോഡക്റ്റ് അമേരിക്കയിൽ അത് 0 ആണ്. അമേരിക്കയിൽ $100 വില വരുന്ന ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ കൊടുക്കുന്ന സമയത്ത് ഏകദേശം $150 വില വരും. അങ്ങനെ വില വരുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ഒരു കമ്പാരിസൺ ഇടവയ്ക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അതൊരു വലിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതുകൊണ്ട് ആ പ്രൈസിൽ വലിയ വ്യത്യാസം വരാത്ത രീതിയിൽ, എന്നാൽ അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ PV ഇന്ത്യയിൽ കിട്ടുന്ന രീതിയിലേക്ക് ഒരു പ്ലാനാണ് കമ്പനി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യയിലെ IDSAയും മറ്റുള്ള എന്താ പറയുക കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ആധികാരികമായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻഫർമേഷൻ അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ പറയുന്ന ഇൻകം പ്ലാനിലേക്ക് കമ്പനി ഓരോ സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട്, നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഒരു സ്കോർ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പേ ഔട്ടിന്റെ തൊട്ട് മുമ്പത്തായിട്ട് സ്കോർ എന്നുള്ളത് കാണാൻ പറ്റും. ആ സ്കോറിന്
കൊറിയൻ വൺ, അതാണ് കൊറിയയിലെ കറൻസി. കൊറിയൻ വണ്ണിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്കോറിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കഴിഞ്ഞ 10 വർഷത്തെ ആവറേജ് കറൻസി എക്സ്ചേഞ്ച് റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്കോർ റേറ്റ് കമ്പനി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഫിക്സ് ചെയ്ത റേറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഇൻകത്തിലൊരു വേരിയേഷൻസ് എന്തായാലും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതും ഈ സ്ലൈഡ് കാണിച്ചുകൊണ്ട് അതും ഇതും കൂടി മിക്സ് ചെയ്ത് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം നമ്മളുടെ ഈ ഒരു പ്ലാനിലുള്ള എമൗണ്ടുകളാണ് പറയുന്നത്. എനിവേ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ സെഷന് ശേഷം നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ജനറൽ കമ്മീഷൻ എന്ന് പറയുന്ന ഡെയിലി ഇൻകം കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി 44% അതിനുവേണ്ടി കമ്പനി മാറ്റിവെക്കുന്നത്. അപ്പൊ ഈ ഇൻകം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിനിങ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. പക്ഷെ നമ്മൾ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി നമുക്ക് തന്നിട്ടുള്ള ഐഡിയിൽ 10,000 PV കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ആദ്യത്തെ റാങ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. 10,000 PV കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അപ്രോക്സിമേറ്റ് 1000 രൂപ മുതൽ 1500 രൂപ വരേക്കുള്ള പർച്ചേസ് ആണ് കമ്പനി പറയുന്നത്. അത് വൺ ടൈം പർച്ചേസ് ആയിട്ട് വേണമെന്നില്ല, അക്യുമുലേഷനിൽ 10,000 PV കംപ്ലീറ്റ് ചെയ്താൽ കൂടി മതി. അതായത് ഇന്ന് നമ്മളൊരു സോപ്പ് വാങ്ങി, പേസ്റ്റ് വാങ്ങി, ഷാമ്പു വാങ്ങി, അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ എല്ലാം കൂടി ചേർത്തുകൊണ്ട് 1500 രൂപയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ 10,000 PV കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ റാങ്ക് സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന പേഴ്സണൽ റാങ്ക് നമുക്ക് തന്നു കഴിഞ്ഞു. ആ റാങ്കിൽ വന്നതോടുകൂടി നമുക്ക് ഡെയിലി ഇൻകത്തിനുള്ള എലിജിബിലിറ്റി ആയി. ഡെയിലി ഇൻകം കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താണ് എന്ന് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു, അത് ഏത് കമ്പനി ആയിക്കോട്ടെ, അറ്റോമീനെ വിട്ടോളൂ, വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു സോപ്പോ പേസ്റ്റോ ഷാമ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, നമ്മളൊരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമ്മൾ അത് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വീണ്ടും വീണ്ടും ആ പ്രോഡക്റ്റിനെ വാങ്ങിക്കും. അതിൽ കവിഞ്ഞ് നമുക്ക് അറിയാവുന്ന ആളുകൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും കമ്പനി പറയുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, 1500 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചു, നമ്മൾ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയി. നമുക്കറിയാവുന്ന ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു സിസ്റ്റം, അറ്റോമിയുടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ റെക്കമെൻഡ് ചെയ്തു. നമ്മൾ വാങ്ങിച്ച പോലെ അവരെല്ലാവരും തന്നെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തയ്യാറായി. അവർക്ക് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് അവർക്കറിയാവുന്ന ആളുകൾ അവർ വീണ്ടും വീണ്ടും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന്, അങ്ങനെ നമ്മളുടെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് കൂടുതൽ മെമ്പേഴ്സ് ഉള്ള 10, 20, 30, 40 അല്ലെങ്കിൽ 100 മെമ്പേഴ്സ് ഉള്ള 2 ടീമുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ 2 ടീമിലും നടക്കുന്ന പർച്ചേസിനെ അല്ലെങ്കിൽ അവർ നടത്തുന്ന സെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡെയിലി ഇൻകം തരുന്നത്. അതിന് കമ്പനിയുടെ ആദ്യത്തെ ഇൻകത്തിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലെഫ്റ്റ് 3 ലക്ഷം PV, റൈറ്റ് 3 ലക്ഷം PV. PV ആണ് 3 ലക്ഷം. എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 30,000 രൂപയുടെ സെയിൽസ് ലെഫ്റ്റും 30,000 രൂപയുടെ സെയിൽസ് റൈറ്റും വരുന്ന സമയത്ത്, ഇനി മുതൽ എല്ലാം തന്നെ ഞാൻ എമൗണ്ടിലാണ് പറയുന്നത്. കാരണം PVയും എമൗണ്ടും കൂടി പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടി എല്ലാം തന്നെ ഞാൻ എമൗണ്ടിലാണ് ഇനി പറയുന്നത്. സോ ലെഫ്റ്റ് ഒരു 30,000 രൂപയുടെ സെയിൽസ്, റൈറ്റ് ഒരു 30,000 രൂപയുടെ സെയിൽസ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ 5 സ്കോറാണ് കമ്പനി തരുന്നത്. 1750 രൂപയാണ് അതിന് നമുക്ക് പേ ഔട്ട് ആയിട്ട് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ പ്ലാൻ വരുന്ന സമയത്ത് അതിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ദെൻ രണ്ടാമത്തെ ഒരു റാങ്ക് എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഡെയിലി 1750 രൂപ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് 30,000, റൈറ്റ് 30,000 കംപ്ലീറ്റ് ആവുന്നത്. അപ്പോ ഒരു സംശയം വരുന്നത്, ഒറ്റ ദിവസം കൊണ്ട് ഈ 30,000 കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു പ്രശ്നവുമില്ല. നമ്മളുടെ ലെഫ്റ്റ് ഇപ്പൊ ഇന്നേ ദിവസം ലെഫ്റ്റിൽ ഒരു 5000 രൂപയുടെ സെയിൽ നടന്നു, റൈറ്റിൽ ഒരു 5000 രൂപയുടെ സെയിൽ നടന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ഐഡിയയിൽ കമ്പനിയുടെ ക്ലോസിംഗ് ഉണ്ട്, പക്ഷെ നമ്മളുടെ ഐഡിയയിൽ അന്നേ ദിവസം ക്ലോസിംഗ് ഇല്ല. അതിന് കാരണം 30,000 മാച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ പെർട്ടിക്കുലർ ഡേ നമുക്ക് ക്ലോസിംഗ് ഇല്ല. നാളെ വീണ്ടും ഒരു 15,000 രൂപയുടെ സെയിൽ നടന്നു. അപ്പൊ ഇന്നത്തെ 5,000വും നാളത്തെ 15,000 കൂടെ ചേർത്ത് 20,000 ആയി. ലെഫ്റ്റും റൈറ്റും 20,000 വന്നു. അങ്ങനെ വരുന്ന സമയത്തും നമുക്ക് ആ ഡേയും ക്ലോസിംഗ് ഇല്ല, നാളെയും ക്ലോസിംഗ് ഇല്ല, കാരണം 30,000 മാച്ച് ചെയ്തിട്ടില്ല. അതിന്റെ അടുത്ത ദിവസം വീണ്ടും ഒരു 10,000 കൂടെ ആഡായി, ലെഫ്റ്റും റൈറ്റും 10,000 കൂടെ ആഡായി. ഇങ്ങനെ ഒരേപോലെ വരണമെന്നില്ല, ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ലെഫ്റ്റും റൈറ്റും 30,000 വരുന്ന ആ ഡേ മാത്രമാണ് നമുക്ക് ക്ലോസിംഗ് ഉള്ളത്. ലെഫ്റ്റും റൈറ്റും 30,000 മാച്ച് ചെയ്യുന്നു. ആ പെർട്ടിക്കുലർ ഡേ നമുക്ക് 1750 രൂപ കമ്പനിയിൽ നിന്ന് പേ ഔട്ട് കിട്ടുന്നു. ഇനി അതിന്റെ അടുത്ത ദിവസം മാച്ച് ചെയ്തില്ല, എപ്പോഴാണോ മാച്ച് ചെയ്യുന്നത് അതുവരെ കാത്തിരിക്കും. മാച്ച് ചെയ്യുന്ന സമയത്ത് 1750 രൂപ വീണ്ടും നമുക്ക് പേ ഔട്ട് ആകുന്നു. അങ്ങനെ നമ്മളുടെ ടീം ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് ഡെയിലി നമുക്ക് 30,000 മാച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ഡെയിലി നമുക്ക് 1750 രൂപ ഇൻകം കിട്ടാവുന്ന ഒരു പ്ലാൻ ആണ് ആദ്യത്തെ റാങ്കിൽ, സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ആദ്യത്തെ പേഴ്സണൽ റാങ്കിൽ നമുക്കുള്ളത്. അപ്പോ എന്തായാലും നമുക്കറിയാം, ഈ ഒരു ചെറിയ ഇൻകത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നത്? ഇത് വെച്ചിട്ടാണോ നമ്മളെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. നമുക്ക് ഇതിൽ കൂടുതൽ ഇൻകം വേണം എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് കമ്പനി അതിന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ റാങ്ക് അടുത്ത സ്റ്റേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യൂ എന്നാണ്. അതായത് ഏജന്റ് എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ഇതേ
സെയിം 30,000 ലെഫ്റ്റും 30,000 റൈറ്റും വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 5,250 രൂപ ഇൻകം കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കമ്പനി വെക്കുന്നുണ്ട്. അപ്പോ ഏജന്റ് ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു 1,700, സെയിൽസ് റെപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1,750 പക്ഷെ നമ്മൾ ഏജന്റ് എന്ന് പറയുന്ന റാങ്കിലേക്ക് വരുമ്പോൾ ഇത് 5,250 രൂപ എന്നുള്ള വലിയൊരു എമൗണ്ടിലേക്ക് മാറുന്നു. അപ്പൊ റെപ്പിൽ നിന്ന് ഏജന്റ് ആവാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി 1,500 രൂപയ്ക്ക് പ്രോഡക്റ്റ് വാങ്ങിച്ചു, വീണ്ടും 1-2 മാസം കൊണ്ട് അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ 30,000 അക്യുമുലേഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോഴാണ് നമ്മൾ ഏജന്റ് ആവുന്നു. ഏജന്റ് എന്ന് പറയുന്ന റാങ്കിലേക്ക് മാറുന്നത് അന്ന് മുതൽ നമുക്ക് 5,250 രൂപ ഡെയിലി ഇൻകം കിട്ടും. ഇപ്പോഴും 30,000-ൽ കൂടുതൽ വന്നാൽ എന്താവും? അത് വാഷ് ഔട്ട് ആയിട്ട് പോകും. അത് വേറൊരു തരത്തിൽ നമുക്ക് കമ്പനി ഇൻകം ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ ഈ വാഷ് ഔട്ട് പോവാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും മാർഗമുണ്ട്. അതാണ് നമ്മളുടെ അടുത്ത റാങ്ക്, ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഏജന്റ് എന്ന് പറയുന്ന റാങ്ക്. ഈ സ്പെഷ്യൽ ഏജന്റ് എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമ്മളുടെ ലെഫ്റ്റും റൈറ്റും 30,000-ൽ കൂടുതൽ 70,000 വരെ വരുന്ന ഒരു അവസരത്തിൽ ലെഫ്റ്റ് 70,000 റൈറ്റ് 70,000 മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10,500 രൂപ ഡെയിലി ഇൻകം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കമ്പനിയിലുള്ളത്. ഇനി അതിന്റെ അടുത്ത് ഒരു റാങ്ക് ഉണ്ട്, ഡീലർ എന്ന് പറയുന്ന റാങ്ക്. ആ ഡീലർ എന്ന് പറയുന്ന റാങ്കിലേക്ക് മാറുമ്പോൾ ഡെയിലി 21,000 രൂപ. അതിന്റെ അടുത്ത റാങ്ക് എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മളുടെ പേഴ്സണൽ ഐ ഡി മാറ്റുന്ന സമയത്ത് ഡെയിലി നമുക്ക് 31,500 രൂപ. അങ്ങനെ തുടങ്ങി 52,500, 87,500, അങ്ങനെ 1,50,000 രൂപ വരെ ഇൻകം കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ജനറൽ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇൻകത്തിൽ നമുക്ക് കമ്പനി തരുന്നത്. സോ ഒരു 1,750 രൂപയിൽ തുടങ്ങി 1,00,000 രൂപ വരേക്ക് നമുക്ക് മാസം വരുമാനം കിട്ടുന്ന ഒരു പ്ലാനാണ് ജനറൽ കമ്മീഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻകം. ഇനി രണ്ടാമത്തെ ഇൻകം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കമ്പനിയുടെ പ്ലാൻ സ്റ്റീഫൻ സാറും വി ആർ ശ്രീനിവാസൻ സാറും പറയുന്ന സമയത്ത് എന്നെ വളരെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് ഈ പറയുന്ന മാസ്റ്റർഷിപ്പ് ബോണസ്. എന്താണ് മാസ്റ്റർഷിപ്പ് ബോണസ്? കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവർ, വേൾഡിൽ മൊത്തം നടക്കുന്ന ഒരു മാസത്തെ ടേൺ ഓവർ, അതിന് 20% എടുത്തുകൊണ്ട് 7 റാങ്കുകൾ കമ്പനിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള ടീമിന്റെ പെർഫോമൻസിനെ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ബിസിനസ്സിന് എത്ര പോയിന്റ് വാല്യൂ നടക്കുന്നുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി കമ്പനി 7 റാങ്കുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് സെയിൽസ് മാസ്റ്റർ, ഡയമണ്ട് മാസ്റ്റർ, ഷെറോൺ റോസ് മാസ്റ്റർ, സ്റ്റാർ മാസ്റ്റർ, റോയൽ മാസ്റ്റർ, ക്രൗൺ മാസ്റ്റർ, ഇംപീരിയൽ മാസ്റ്റർ, ഇങ്ങനെ 7 റാങ്കുകളുണ്ട്. ഈ 7 റാങ്കിൽ വരുന്ന ആളുകൾക്ക് ഈ 20% അതത് റാങ്കിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻകം ആണ് മാസ്റ്റർഷിപ്പ് ബോണസ്. ഇത് മാസത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത്, 2 സൈക്കിളായിട്ട്. ആദ്യത്തെ സൈക്കിൾ എന്ന് പറയുന്നത് 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള 15 ദിവസമാണ് ആദ്യത്തെ സൈക്കിൾ, ഫസ്റ്റ് സൈക്കിൾ. 16-ാം തീയതി മുതൽ മന്ത് എൻഡ് വരേക്കുള്ള രണ്ടാമത്തെ 15 ദിവസമാണ് നമ്മളുടെ സെക്കൻഡ് സൈക്കിൾ. സോ ഈ 2 സൈക്കിളിന്റെ ഇൻകം കൊടുക്കുന്നത് ആദ്യത്തെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻകം നമുക്ക് 22-ാം തീയതി, 15-ാം തീയതി കംപ്ലീറ്റ് ചെയ്യുന്ന സൈക്കിളിന്റെ ഇൻകം 22-ാം തീയതിയും 30-ാം തീയതി കംപ്ലീറ്റ് ചെയ്യുന്ന സൈക്കിളിന്റെ ഇൻകം അടുത്ത മാസം 7-ാം തീയതിയാണ് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഈ റാങ്കിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകത്തിന്റെ മാസ്റ്റർഷിപ്പ് ബോണസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. ഞാൻ ആദ്യം പറഞ്ഞ ജനറൽ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകത്തിന് വേണ്ടി നമ്മൾ ലെഫ്റ്റും റൈറ്റും ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ് ഈ പറയുന്ന മാസ്റ്റർഷിപ്പ് റാങ്കുകളെല്ലാം തന്നെ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഈ റാങ്കിലേക്ക് വരാൻ പറ്റും. വലിയൊരു ഇൻകവും നമുക്ക് ഇതിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യത്തെ റാങ്ക് സെയിൽസ് മാസ്റ്റർ എന്നുള്ളതാണ്. നമ്മൾ സ്പെഷ്യൽ ഏജന്റ് ആയിരിക്കണം, നമ്മളുടെ പേഴ്സണൽ റാങ്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഏജന്റ് ആയിരിക്കണം. അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യത്തെ സൈക്കിളിൽ, ഫസ്റ്റ് സൈക്കിളിൽ ലെഫ്റ്റ് ടീമിൽ 25 ലക്ഷം PV അഥവാ 2.5 ലക്ഷം രൂപയ്ക്കുള്ള സെയിൽസ്, റൈറ്റ് ടീമിലും ഇതേപോലെ 2.5 ലക്ഷം രൂപയ്ക്കുള്ള സെയിൽസ് നടക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി കമ്പനിയിൽ നിന്ന് ഡെയിലി മാച്ച് ചെയ്യുമ്പോൾ ഒരു 40,000 രൂപയോളം ഇൻകം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിനു പുറമെ 70,000 രൂപ കമ്പനി ബോണസ് ആയിട്ടും നമുക്ക് തരും. ഇവിടെ മാസ്റ്റർഷിപ്പ് ബോണസ് ആയിട്ട് 70,000 രൂപയാണ് നമുക്ക് കമ്പനി. 40,000 രൂപയ്ക്ക് നമ്മൾ പണിയെടുത്തു, 70,000 രൂപ നമുക്ക് കമ്പനി ബോണസ് ആയിട്ട് തന്നു. ഇനി രണ്ടാമത്തെ സൈക്കിളിലും ഇതേ വിഷയം നടക്കുമ്പോൾ, അതായത് 2.5 ലക്ഷം രൂപ ലെഫ്റ്റ് 2.5 ലക്ഷം രൂപ റൈറ്റ് നടക്കുന്ന സമയത്ത് വീണ്ടും നമുക്കൊരു 40,000 രൂപ 42,000 രൂപ ഇൻകം കിട്ടും. പക്ഷെ ബോണസ് ആയിട്ട് ജനറൽ കമ്മീഷൻ ആയിട്ട് 42,000 കിട്ടുമ്പോൾ മാസ്റ്റർഷിപ്പ് ബോണസ് ആയിട്ട് 70,000 കിട്ടുന്നു. അങ്ങനെ 2 സൈക്കിളും കൂടെ ചേർത്ത് 1,40,000 രൂപ നമുക്ക് മാസ്റ്റർഷിപ്പ് ബോണസും ജനറൽ കമ്മീഷനിൽ ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകത്തിൽ 84,000 രൂപ, അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് 2.25 ലക്ഷം രൂപ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു പൊസിഷനാണ് സെയിൽസ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ ആദ്യത്തെ റാങ്ക്. ഇനി ഈ റാങ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 4ാമതൊരു ഇൻകം കൂടെ നമുക്കുണ്ട്, റിവാർഡുകൾ എന്ന് പറയുന്ന ആ റിവാർഡും കൂടെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ആവും.
സെയിൽസ് മാസ്റ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് റിവാർഡ് ആയിട്ട് കിട്ടുന്നത് ഹീമോഹിമിന്റെ ഒരു സെറ്റ്, ഫെയിം എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റിന് ഒരു സെറ്റ്, ഈവനിങ് കെയറിന്റെ ഒരു സെറ്റ്, ഇങ്ങനെ ഒരു 3 പ്രോഡക്റ്റുകളാണ് നമുക്ക് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. ഇനി പറയുന്ന 6 റാങ്കുകളും ഡയമണ്ട് മാസ്റ്റർ തുടങ്ങി ഇമ്പീരിയൽ മാസ്റ്റർ വരേക്കുള്ള 6 റാങ്കുകളുടെയും ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോ ഏത് റാങ്കിലാണോ ഉള്ളത് ആ റാങ്കിലേക്ക് നമ്മളുടെ ടീമിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് 2 പേരെയും റൈറ്റിൽ നിന്ന് 2 പേരെയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അതിന്റെ മുകളിലത്തെ റാങ്കിലേക്ക് മാറും. അതാണ് കമ്പനിയുടെ ഇൻകം പ്ലാൻ, ഡു ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത്. അതായത് ഡയമണ്ട് മാസ്റ്റർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ഇപ്പൊ നമ്മൾ സെയിൽസ് മാസ്റ്റർ ആണെങ്കിൽ നമ്മളുടെ ലെഫ്റ്റ് ടീമിൽ നിന്ന് 2 പേരെ സെയിൽസ് മാസ്റ്റർ ആക്കി, റൈറ്റ് ടീമിൽ നിന്ന് 2 പേരെ സെയിൽസ് മാസ്റ്റർ ആക്കിയെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡയമണ്ട് മാസ്റ്റർ ആയി. അങ്ങനെ ഡയമണ്ട് മാസ്റ്റർ ആവുന്ന സമയത്ത് 3 ലക്ഷം രൂപ നമുക്ക് മാസ്റ്റർഷിപ്പ് ബോണസ് ആയിട്ടും 2 ലക്ഷം രൂപ ഡെയിലി കിട്ടുന്ന ഇൻകം ആയിട്ടും കിട്ടും. അങ്ങനെ ടോട്ടൽ 5 ലക്ഷം രൂപ ഇൻകം കിട്ടുന്ന ഒരു റാങ്കാണ് ഡയമണ്ട് മാസ്റ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ റാങ്ക്. ഇനി ഈ റാങ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 40,000 രൂപ വർത്തുള്ള ഒരു ലാപ്ടോപ്പ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് തരും. മാത്രമല്ല നേരത്തെ പറഞ്ഞ 3 പ്രോഡക്റ്റുകളും വീണ്ടും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട്, ഇത് 1 ടൈം ആണ്, വീണ്ടും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. ഇനി മൂന്നാമത്തെ റാങ്ക്, നമ്മളിപ്പോ ഡയമണ്ട് മാസ്റ്റർ ആണെങ്കിൽ ലെഫ്റ്റ് ടീമിൽ നിന്ന് ഇപ്പൊ ഓൾറെഡി 2 സെയിൽസ് മാസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ 2 സെയിൽസ് മാസ്റ്റേഴ്സിന് അതിന്റെ മുകളിലത്തെ റാങ്ക് ഡയമണ്ട് മാസ്റ്ററിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി സഹായിച്ചു. ലെഫ്റ്റ് 2 ഡയമണ്ട് മാസ്റ്റേഴ്സ് ഉണ്ടാക്കി, റൈറ്റ് 2 ഡയമണ്ട് മാസ്റ്റേഴ്സ് ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഷെറോൺ റോസ് മാസ്റ്റർ എന്ന് പറയുന്ന അതിന്റെ മുകളിലത്തെ റാങ്കിലേക്ക് പോകും. അങ്ങനെ ഷെറോൺ റോസ് മാസ്റ്റർ ആവുന്ന സമയത്ത് 2 സൈക്കിളും കൂടെ ചേർത്ത് 7 ലക്ഷം രൂപ നമുക്ക് മാസ്റ്റർഷിപ്പ് ബോണസ് ആയിട്ട് കമ്പനി തരും. അതേസമയം നമ്മൾ ഡെയിലി ഇൻകത്തിൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും ഇൻകം എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 10 ലക്ഷം രൂപ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു റാങ്കാണ് ഷെറോൺ റോസ് മാസ്റ്റർ. ഇനി ഈ റാങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും കമ്പനി ഒരു റിവാർഡ് തരുന്നു. ഈ റിവാർഡില് ടൂർ പാക്കേജ് നമുക്കുണ്ട്. അതായത് പണം തരുക എന്ന് മാത്രമല്ല, ആ നമുക്ക് കിട്ടുന്ന പണത്തിന് എങ്ങനെ എൻജോയ് ചെയ്യണം എന്നും കൂടെ കാണിച്ചു തരുന്ന ഒരു പ്ലാനാണ് അറ്റോമിയുടേത്. അപ്പൊ നമുക്ക് കിട്ടുന്ന പണം എങ്ങനെ എൻജോയ് ചെയ്യാം, ടൂർ പോവാം. അതിന് കമ്പനി തന്നെ ഒരു ഫെസിലിറ്റി തരുന്നുണ്ട്. 3 നൈറ്റും 4 പകലും ഏഷ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലും 2 പേർക്ക്, ഒരു ഫാമിലിയിലെ 2 പേർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ടൂർ പാക്കേജ്, 1 ലക്ഷം രൂപ വർത്തുള്ള ഒരു ടൂർ പാക്കേജ് കമ്പനിയോട് തരുന്നു. അതിനോടൊപ്പം ഈ റാങ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപ നമുക്ക് പണമായും ഈ റാങ്കിൽ കമ്പനി തരുന്നുണ്ട്. അതാണ് ഷെറോൺ റോസ് മാസ്റ്റർ. ഇനി സ്റ്റാർ മാസ്റ്റർ, 2 പേരെ ഷെറോൺ റോസ് മാസ്റ്റർ ലെഫ്റ്റ് ഉണ്ടാക്കുക, റൈറ്റിൽ 2 പേരെ ഷെറോൺ റോസ് മാസ്റ്റർ ആക്കി കഴിഞ്ഞാൽ 2 സൈക്കിളും കൂടെ ചേർത്ത് നമുക്ക് 14 ലക്ഷം രൂപ മാസ്റ്റർഷിപ്പ് ബോണസ് കിട്ടുന്ന റാങ്കാണ് സ്റ്റാർ മാസ്റ്റർ. അതേസമയം നമുക്ക് ഡെയിലി ഇൻകത്തിൽ ഒരു 6 ലക്ഷം രൂപ കൂടി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഡെയിലി മാച്ച് ചെയ്യുന്നതിനനുസരിച്ച് 6 അല്ല അതിൽ കൂടുതൽ ഇൻകം കിട്ടുമായിരിക്കും. ഒരു ആവറേജ് കണക്കെടുത്തപ്പോൾ 6 ലക്ഷം രൂപ ഇൻകം കിട്ടുന്നുണ്ട്. സോ രണ്ടും കൂടെ ചേർക്കുമ്പോൾ 20 ലക്ഷം രൂപ നമുക്ക് ഇൻകം കിട്ടുന്ന റാങ്കാണ് സ്റ്റാർ മാസ്റ്റർ എന്ന് പറയുന്ന റാങ്ക്. ഈ റാങ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് റിവാർഡ് തരുന്നു, വീണ്ടും ഒരു ടൂർ പാക്കേജ്. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് 2 പേർക്കല്ല 4 പേർക്കുള്ള ഒരു ടൂർ പാക്കേജ്, 2 ലക്ഷം രൂപ വർത്തുള്ള ടൂർ പാക്കേജ് തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 7 ലക്ഷം രൂപ 1 ടൈം ക്യാഷ് ആയിട്ടും കിട്ടുന്ന റാങ്കാണ് സ്റ്റാർ മാസ്റ്റർ എന്ന് പറയുന്ന റാങ്ക്. ഇനി 5ാമത്തെ റാങ്കിലേക്ക് കടക്കാം, റോയൽ മാസ്റ്റർ. റോയൽ മാസ്റ്റർ ആവാനുള്ള ക്രൈറ്റീരിയ 2 പേരെ സ്റ്റാർ മാസ്റ്റർ ആക്കുക, ലെഫ്റ്റ് 2 പേരെ റൈറ്റിലും സ്റ്റാർ മാസ്റ്റർ ആക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് റോയൽ മാസ്റ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മൾ കയറുന്നു. അങ്ങനെ മാറുന്ന സമയത്ത് 2 സൈക്കിളും കൂടെ ചേർത്ത് 20 ലക്ഷം രൂപയാണ് നമുക്ക് മാസ്റ്റർഷിപ്പ് ബോണസ് ആയിട്ട് തരുന്നത്. അതേസമയം ജനറൽ കമ്മീഷനിൽ ഡെയിലി മാച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു 10 ലക്ഷം രൂപയെങ്കിലും, ഒരു മാസത്തെ ഇൻകം ആയിട്ട് 10 ലക്ഷം രൂപയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം അത്ര അധികം സെയിൽസ് മാസ്റ്റേഴ്സ് നമ്മളുടെ ടീമിൽ ഉണ്ടായിരിക്കും. അവരെല്ലാവരും 5 ലക്ഷം രൂപയുടെ വോള്യൂം കൊണ്ടുവരും. ഒരു സൈക്കിളിൽ 2 സൈക്കിളും കൂടെ ചേർത്ത് 10 ലക്ഷം രൂപയുടെ വോള്യൂം കൊണ്ടുവരും. അത് മാച്ച് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഡെയിലി ഇൻകം ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ രണ്ടും കൂടെ ചേർക്കുന്ന സമയത്ത് 30 ലക്ഷം രൂപ ഇൻകം കിട്ടുന്ന റാങ്കാണ് റോയൽ മാസ്റ്റർ. റോയൽ മാസ്റ്റർ ആകുമ്പോൾ നമ്മളുടെ ടൂർ പാക്കേജ് വീണ്ടും കമ്പനി തരുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം, ഇതുവരെ ഈ കഴിഞ്ഞ 2 റാങ്കിലും നമുക്ക് ഏഷ്യൻ കൺട്രിയിലേക്കുള്ള ടൂറാണ് തന്നെങ്കിൽ ഈ റാങ്കിൽ നമുക്ക് കിട്ടുന്നത് വേൾഡ് ടൂറിനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ കമ്പനി തരുന്നത്. അത് 10 നൈറ്റും 11 പകലും എൻജോയ് ചെയ്യാനുള്ളത്. അതിനോടൊപ്പം ഒരു പക്ഷേ വേറെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇൻകം പ്ലാനിലും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു ബെനിഫിറ്റും കൂടെ ഇവിടെ ഈ റാങ്ക് മുതൽ നമുക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഞാൻ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. ഈ റാങ്ക് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമുക്ക് കമ്പനി ഒരു ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാണ്. അതില് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ മാസവും 1.5 ലക്ഷം രൂപയുടെ ലിമിറ്റ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇവിടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. ഓരോ മാസവും 1.5 ലക്ഷം രൂപ നമുക്കത് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അടുത്ത മാസം വീണ്ടും കമ്പനി 1.5 ലക്ഷം രൂപ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അടുത്ത മാസം വീണ്ടും 1.5 ലക്ഷം രൂപ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് കൂടെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന റാങ്കാണ് റോയൽ മാസ്റ്റർ. അതിനോടൊപ്പം
റോയൽ മാസ്റ്റർ ആകുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ലെവൽ മേലെ കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്കൊരു കാർ വാങ്ങിക്കാനുള്ള ഒരു ഫണ്ട് ഇവിടെ കമ്പനി തരുന്നു. അത് ഓരോ മാസവും 70,000 രൂപ എന്നുള്ള കണക്കിൽ 60 മാസത്തേക്കുള്ള കാർ ഫണ്ടാണ് കമ്പനി തരുന്നത്. EMI ആയിട്ടാണ് തരിക. അത് ഏകദേശം ഒരു 42 ലക്ഷം രൂപ വരും 60 മാസത്തേക്ക് കണക്കാക്കുമ്പോൾ. അങ്ങനത്തെ ഒരു കാർ ഫണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം ഒരു റോയൽ മാസ്റ്റർ ആവുന്ന വ്യക്തിക്ക് ആ മാസ്റ്റർഷിപ്പ് റാങ്ക് കംപ്ലീറ്റ് ആവുന്ന ആദ്യത്തെ പ്രാവശ്യം 35 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആയിട്ടും കൂടെ കിട്ടുന്ന ഒരു പൊസിഷനാണ് റോയൽ മാസ്റ്റർ എന്ന് പറയുന്ന ഈ റാങ്ക്. ഇനി ആറാമത്തെ സെക്കൻഡ് ലാസ്റ്റ് റാങ്ക് ആണ് ക്രൗൺ മാസ്റ്റർ എന്ന് പറയുന്ന ആറാമത്തെ റാങ്ക്. ഈ റാങ്കിലേക്ക് വരാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2 പേരെ റോയൽ മാസ്റ്റർ ആക്കുക, 2 പേരെ റോയൽ മാസ്റ്റർ ലെഫ്റ്റും റൈറ്റും 2 പേരെ ക്രിയേറ്റ് ചെയ്യുക. ഈ പൊസിഷനിലേക്കൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവരവർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊമോഷൻ ആയി വന്നുകൊണ്ടിരിക്കും. സോ അങ്ങനെ ലെഫ്റ്റ് 2 റോയൽ മാസ്റ്റർ, റൈറ്റ് 2 റോയൽ മാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ 2 സൈക്കിളും കൂടെ ചേർത്ത് ഒരു മാസത്തേക്ക് 40 ലക്ഷം രൂപയാണ് മാസ്റ്റർഷിപ്പ് ബോണസ് ആയിട്ട് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത്. അതിനോടൊപ്പം ജനറൽ കമ്മീഷൻ ഒരു 20 ലക്ഷം രൂപ കമ്പനിയിൽ നിന്ന് കിട്ടും. രണ്ടും കൂടെ ചേർത്ത് 60 ലക്ഷം രൂപ ഇൻകം കിട്ടുന്ന റാങ്കാണ് ക്രൗൺ മാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ. അതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന റിവാർഡ് വീണ്ടും അതേ ടൂർ പാക്കേജ് 4 പേഴ്സൺസിന് 11 പകലും 10 രാത്രിയും ഏകദേശം 9,60,000 രൂപ വർത്തുള്ള ഒരു ടൂർ പാക്കേജ് ആണ് ഇവിടെ കമ്പനി വീണ്ടും നമുക്ക് തരുന്നത്. അതിനോടൊപ്പം നേരത്തെ കഴിഞ്ഞ റാങ്കിൽ 1.5 ലക്ഷം രൂപയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് തരും എന്ന് പറഞ്ഞിരുന്നു. ആ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ഇപ്പൊ 3.5 ലക്ഷം രൂപയെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ഇൻകം തരുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം കഴിഞ്ഞ റാങ്കിൽ EMI ആയിട്ട് ഒരു കാർ ഫണ്ട് തന്നെങ്കിൽ ക്രൗൺ മാസ്റ്റർ ആവുന്ന ഒരു വ്യക്തിക്ക് 40 ലക്ഷം രൂപ സിംഗിൾ പേയ്മെന്റ് ആയിട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് ലക്ഷറി കാർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫണ്ട് ഇവിടെ കമ്പനിയിൽ തരുന്നുണ്ട്. അതിനോടൊപ്പം ഫ്രണ്ട്സ് ഒരു സാധാരണ വ്യക്തിക്ക് ഒരു പക്ഷേ 30-40 വർഷം വർക്ക് ചെയ്താൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഏണിങ്സ് 2 കോടി രൂപ നമുക്ക് ഇവിടെ റിവാർഡ് ആയിട്ടും കിട്ടുന്ന ഒരു റാങ്കാണ് ക്രൗൺ മാസ്റ്റർ എന്ന് പറയുന്ന ആറാമത്തെ റാങ്ക്. ഇനി ഏഴാമത്തെ റാങ്കിലേക്ക് കിടക്കുമ്പോൾ അവസാനത്തെ റാങ്കാണ് ലെഫ്റ്റ് 2 പേരെ ക്രൗൺ മാസ്റ്റർ ആക്കുക, റൈറ്റ് 2 പേരെ ക്രൗൺ മാസ്റ്റർ ആക്കുക. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പീരിയൽ മാസ്റ്റർ ആവും. 2 സൈക്കിളും കൂടെ ചേർത്ത് ഒരു മാസത്തേക്ക് 80 ലക്ഷം രൂപയാണ് നമുക്ക് ഇവിടെ മാസ്റ്റർഷിപ്പ് ബോണസ് കിട്ടുന്നത്. അതിനോടൊപ്പം ജനറൽ കമ്മീഷനായിട്ട് 26 ലക്ഷം രൂപ, രണ്ടും കൂടെ ചേർക്കുമ്പോൾ ഏകദേശം 1 കോടി രൂപ നമുക്ക് ഇൻകം കിട്ടാവുന്ന ഒരു ഇൻകം പ്ലാൻ ആണ് ഇവിടെ ഇമ്പീരിയൽ മാസ്റ്റർ എന്ന് പറയുന്ന റാങ്ക്. ഇനി ഇമ്പീരിയൽ മാസ്റ്റർ ആകുമ്പോൾ നമുക്ക് ശരിക്കും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും റിവാർഡുകളാണ് ഈ ഒരു റാങ്കിൽ നമുക്ക് കമ്പനി വരുന്നത്. നേരത്തെ പറഞ്ഞ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് 3.5 ലക്ഷം രൂപയായിരുന്നു ലിമിറ്റ് എങ്കിൽ ഈ റാങ്കിലേക്ക് വരുമ്പോൾ അത് 7 ലക്ഷം രൂപയാക്കി നമുക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്ത് വന്നു. അടുത്ത റിവാർഡ് എന്ന് പറയുന്നത് നേരത്തെ ഓരോ റാങ്കും കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു പ്രാവശ്യമാണ് ടൂർ പാക്കേജ് തന്നെങ്കിൽ ഇമ്പീരിയൽ മാസ്റ്റർ ആവുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ലൈഫ് ശരിക്കും ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ലൈഫ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഓരോ 6 മാസത്തേക്കും 4 പേർക്ക്, ഒരു ഫാമിലിയിലെ 4 പേർക്ക് 10 ദിവസം എൻജോയ് ചെയ്യാനുള്ള ഒരു വേൾഡ് ടൂർ പാക്കേജ് ഓരോ 6 മാസത്തേക്കും കമ്പനി തന്നുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം നേരത്തെ നമുക്ക് 2 കാർ ഫണ്ട് ഓൾറെഡി കമ്പനി തന്നു കഴിഞ്ഞു. അതിൽ കൂടുതലായിട്ട് ഒരു ലക്ഷറി കാർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫണ്ട് 75 ലക്ഷം രൂപ നമുക്കിവിടെ കാർ ഫണ്ടായിട്ട് തരുന്നുണ്ട്. അതിനോടൊപ്പം ആ കാറിലേക്ക് നമ്മളൊരു ഡ്രൈവർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ ഡ്രൈവർക്കുള്ള സാലറി ആയിട്ട് 1 ലക്ഷം രൂപ അത് സെപ്പറേറ്റ് ആയിട്ടും നമുക്കിവിടെ കമ്പനിയിൽ നിന്ന് തരുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ റാങ്ക് ആവുന്നതോടുകൂടി നമ്മളുടെ ഹോം ടൗണിൽ നമുക്കൊരു 1750 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു ഓഫീസ് കമ്പനി തന്നെ എടുത്തു തരുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ റെന്റും ബാക്കി കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റാഫിന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 75,000 രൂപ അതും നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. ഇതിലെല്ലാത്തിനും പുറമെ 7 കോടി രൂപ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 7 വർഷം കൊണ്ടാണ്, ആദ്യത്തെ 1 വർഷം ഒരു റാങ്ക് കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ വർഷം 2ാമത്തെ റാങ്ക്, അങ്ങനെ തുടങ്ങി 7 വർഷം കൊണ്ടാണ് നമ്മൾ ഈ 7ാമത്തെ റാങ്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പോലും ഈ റാങ്ക് ആവുന്ന സമയത്ത് 7 കോടി രൂപയാണ് നമുക്ക് ഇവിടെ റിവാർഡായിട്ട് കമ്പനി തരുന്നത്. അങ്ങനെ ഒരു സെയിൽസ് മാസ്റ്ററിൽ തുടങ്ങി ഇമ്പീരിയൽ മാസ്റ്റർ വരേക്കും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സെയിൽസ് മാസ്റ്റർ എന്ന് പറയുന്ന റാങ്കിൽ 2.5 ലക്ഷം രൂപ ഇൻകത്തിൽ തുടങ്ങി ഇമ്പീരിയൽ മാസ്റ്റർ ആകുമ്പോൾ മാസം 1 കോടി രൂപ എന്ന് പറയുന്ന ഒരു ഇൻകത്തിലേക്ക് എത്താനും അതിനോടൊപ്പം ഈ റിവാർഡുകളുടെ മാത്രം തുകയൊന്ന് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 13 കോടി രൂപ വില വരുന്ന അല്ലെങ്കിൽ മതിപ്പ് വരുന്ന റിവാർഡ് മാത്രം നമുക്കിവിടെ 10 കോടി രൂപയോളം പണം മാത്രമായിട്ട് നമുക്കിവിടെ റിവാർഡായിട്ട് കിട്ടുന്നുണ്ട്. അത്രയും സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ കൂടെ നമുക്ക് തരുന്ന ഒരു കമ്പനിയാണ് അറ്റോമിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനി. അപ്പോൾ ഈ ഇമ്പീരിയൽ മാസ്റ്റർ ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ എന്നുള്ള രീതിയിലൊക്കെ തോന്നും. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യ പോലെ ചൈന പോലെയുള്ള ലോകത്തിന്റെ ജനസംഖ്യയിലെ പാതിയും കൈയാളുന്ന ഈ 2 രാജ്യങ്ങളും ഇല്ലാതെ തന്നെ
ചെറിയ ചെറിയ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്തിട്ട് പോലും ഈ 10 വർഷം കൊണ്ട് 8 ഇമ്പീരിയൽ മാസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള സെയിൽസ് മാസ്റ്റേഴ്സും സ്റ്റാർ മാസ്റ്റേഴ്സും ബാക്കിയുള്ള ഓരോ റാങ്കിലുള്ള വ്യക്തികളും ഉണ്ടായിരിക്കും. അതിൽ തന്നെ 6ഓളം വ്യക്തികൾ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം വെറുതെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് പിന്നീട് ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് സീരിയസ് ആയതിനു ശേഷം അച്ചീവേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവർ ഓരോരുത്തരും തന്നെ. സോ അങ്ങനത്തെ ഒരുപാട് അച്ചീവേഴ്സിനെയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അറ്റോമിക് കോർപ്പറേഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞു 10 വർഷം കൊണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ കോടീശ്വരന്മാരെ ഓൾറെഡി നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇന്ത്യ ആരംഭിക്കാതെ, ചൈന ആരംഭിക്കാതെ. ഇന്ത്യക്കും ചൈനയ്ക്കുള്ള പ്രത്യേകത നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങളാണ്. ഇപ്പൊ കൊറിയയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് തമിഴ്നാടിന്റെ അത്രേ ഉള്ളൂ കൊറിയയുടെ ടോട്ടൽ ജനസംഖ്യ, അത്ര പോലും ഇല്ല. എന്നിട്ട് പോലും ഇത്രയും വലിയ ഗ്രോത്ത്. അതിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം അമേരിക്കയാണ്, അവിടെ തന്നെ 32 കോടിയേ ഉള്ളൂ. എന്നിട്ട് പോലും ഇത്രയും കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൻ പറ്റിയെങ്കിൽ ഇനി ഇന്ത്യയിലും ചൈന ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, വലിയൊരു ബൂമിങ്ങിലേക്ക് ബിസിനസ് പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി ഇവിടെയും കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ ഒരു വ്യത്യാസം നമുക്കിവിടെ കൂടുതൽ അച്ചീവേഴ്സിന്റെ എണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ഹെഡ് ഓഫീസിന്റെ ഫോട്ടോ ആണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഇത് ഡൽഹിയിലാണുള്ളത്. ഓൾറെഡി അതിന്റെ ഓഫീസിന്റെയും ഓരോ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു ഓഫീസിന്റെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി കമ്പനി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ എല്ലാം നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഇന്ത്യയിലെ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള CJ ഡാർസൽ എന്ന് പറയുന്ന ഒരു കൊറിയർ കമ്പനി ആയിട്ട് ഏകദേശം 2200 കോടി രൂപയോളം ഒരു വർഷം ടേൺ ഓവറുള്ള വലിയൊരു ലോജിസ്റ്റിക്സിന്റെ കമ്പനി ആയിട്ട് നമ്മൾ ടൈപ്പ് ആയി കഴിഞ്ഞു. സോ പ്രോഡക്റ്റുകൾ നമ്മളുടെ കയ്യിലേക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള രീതിയിൽ കിട്ടാൻ തക്കവണ്ണമുള്ള ടൈപ്പ് ഓൾറെഡി കമ്പനി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് നമ്മളുടെ കമ്പനിയുടെ ഒരു ഇൻകം പ്ലാൻ, അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള എല്ലാ ബെനിഫിറ്റ്സും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും തന്നെ ലക്കി മെമ്പേഴ്സ് ആണ്. ബിക്കോസ് നമുക്ക് കമ്പനി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ടീം ബിൽഡ് ചെയ്യാനുള്ള ഒരു വലിയ ഒരു സാഹചര്യം കമ്പനി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇനിയും ഒരു 40ഓളം ദിവസങ്ങൾ നമ്മുടെ കമ്പനി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി നിൽക്കുന്നുണ്ട്. സോ ഇന്ന് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി കേട്ട നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങൾ ഈ പ്ലാനിലുണ്ടോ അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചുണ്ടോ എല്ലാം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാനും ഒപ്പം തന്നെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു 6 മാസത്തോളമായി. മാർച്ച് മുതലാണ് ഞാൻ സീരിയസ് ആയിട്ട് അറ്റോമി എന്റെ ടീം ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ലീഡേഴ്സിന്റെയും എന്നോടൊപ്പം വന്നിട്ടുള്ള എന്റെ ടീം മെമ്പേഴ്സിന്റെയും വളരെ എന്താ പറയുക ശക്തമായ സപ്പോർട്ട് കൊണ്ട് ഏകദേശം ഒരു 10,000-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള 12,000-ഓളം മെമ്പേഴ്സ് ഉള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. സോ അതേപോലത്തെ വലിയൊരു ടീം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്